ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ച ഈത്തപ്പഴം വെച്ചിട്ട് നമുക്ക് ചവർപ്പൊന്നുമില്ലാതെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈത്തപ്പഴം ഒരിക്കലും ചവർപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഷേക്ക് റെഡിയാക്കി എടുക്കാം. ഭയങ്കര ടേസ്റ്റി ആട്ടോ അതുകൊണ്ട് ഷേക്ക് ഉണ്ടാക്കിയാൽ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള മഞ്ഞ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ചുവപ്പ് കളറുള്ളതും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് നടുക്ക് പൊളിച്ചെടുത്താൽ മതിയാവും. ഫുള്ളായിട്ട് കുരു കളഞ്ഞെടുക്കാം. ഇപ്പോൾ പച്ച ഈത്തപ്പഴം നല്ല വിലക്കുറവിലൊക്കെ ഇതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് നല്ല വിലക്കുറവിലൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്താ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ചിലർക്ക് ഇതിൻ്റെ ചവർപ്പ് കാരണം കഴിക്കാനും കഴിയില്ല. അപ്പോൾ ഞാനിത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കുരും അതിൻ്റെ ആ നെട്ടി ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 വിസിൽ വരും വരെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഫുള്ളായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും പാട് ചേർത്ത് കൊടുക്കാം. നല്ലോണം തണുപ്പിച്ച പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് ഷേക്കിൻ്റെ പൗഡറാണ്. ഇതിന് നിങ്ങളുടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായും ബദാം പരിപ്പോ കാഷ്യൂനട്ടോ എന്താ ഉള്ളത് വെച്ചാൽ അതും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതൊക്കെ ചേർത്തിട്ടുള്ള മിക്സാണ് കേട്ടോ പൗഡർ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലവണ്ണം അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ഷേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക നമ്മുടെ ഈത്തപ്പഴം ഇട്ട് അടിച്ചതാണെന്ന് പറയുന്നില്ല, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.